പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അടുത്ത മാസം, അതായത് ഡിസംബർ മാസത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി 4 മത്സരങ്ങളാണ് ഉള്ളത്. മൊത്തത്തിൽ 4 മത്സരങ്ങളാണ് ഡിസംബർ മാസത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉള്ളത്. ഡിസംബർ 7 കേരള ബ്ലാസ്റ്റേഴ്സിന് ബംഗളൂരു എഫ്സിക്കെതിരെ മത്സരമുണ്ട്. ഡിസംബർ 7 ശനിയാഴ്ചയാണ് ആ ഒരു മത്സരം. അതിനുശേഷം ഡിസംബർ 14 ശനിയാഴ്ച മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരമുണ്ട്. ആ ഒരു മത്സരത്തിന് ശേഷം ഡിസംബർ 22 ഞായറാഴ്ച മുഹമ്മദ് നസിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം. ആ ഒരു മാച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരം കൂടിയാണ്. പിന്നീട് ഡിസംബർ 29 ഞായറാഴ്ച ജംഷഡ്പൂർ എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരമുണ്ട്. അടുത്തൊരു വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. എല്ലാ സീസണിലെയും പോലെ തന്നെ ഈ ഒരു സീസണിലും മികച്ച പ്രകടനമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കാഴ്ചവെക്കുന്നത്. ഈ ഒരു സീസണിൽ 7 മത്സരങ്ങൾ മാത്രം കളിച്ച മോഹൻ ബഗാൻ ഇപ്പോൾ ടേബിളിൽ 2ാം സ്ഥാനത്താണ്. 14 പോയിന്റുകൾ മോഹൻ ബഗാൻ ഉണ്ട്. കഴിഞ്ഞ ദിവസം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ കോച്ചായിട്ടുള്ള ജോസ് മൊലീന ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ജോസ് മൊലീനയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ ഒരു സീസണിൽ ഞങ്ങൾ ISL കിരീടം നേടും. ISL കിരീടം വീണ്ടും നേടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മാത്രമല്ല, അടുത്ത AFC ഞങ്ങൾക്ക് കളിക്കണം. ഇന്ത്യൻ ടീമുകൾ ശക്തരാണ് എന്ന് ഏഷ്യൻ ടൂർണമെന്റ്സിൽ ഞങ്ങൾക്ക് തെളിയിക്കണമെന്നാണ് ജോസ് മൊലീന പറഞ്ഞിരുന്നത്. ജോസ് മൊലീനയുടെ കീഴിൽ ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മികച്ച രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇന്നലെ തൊട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ക്യാമ്പ് എല്ലാം ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ടീമിലെ പ്ലേയേഴ്സ് എല്ലാം ട്രെയിനിങ് ചെയ്യുന്നതിന്റെ വീഡിയോസ് ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. കൊച്ചിയിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിങ് നടത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫ്രണ്ട്ലി മത്സരം കൂടി കളിച്ചേക്കുമെന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിലിപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ടീമിലെ ചില വിദേശ താരങ്ങളെല്ലാം തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഇപ്പോൾ ടീമിലെ ചില വിദേശ താരങ്ങളെല്ലാം തിരികെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നോവ സദോവിയും എത്രയും വേഗം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തിരികെ ജോയിൻ ചെയ്തേക്കും. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.